ഹലോ സ്റ്റുഡൻസ്, LICയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓപ്പാമ്പ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡിഫറൻഷ്യേറ്റർ ആൻഡ് ഇൻ്റഗ്രേറ്റർ യൂസിങ് RC സിമ്പിൾ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ വെച്ചിട്ടുള്ള RC വെച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ടാക്കാം. അന്നേരം നമ്മൾ സിമ്പിൾ ഒരു RC സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലോഡിങ് എഫക്റ്റ്, അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വേറൊരു സോഴ്സിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലോഡിലേക്ക് നമ്മൾ ഈ സിഗ്നൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിക്ക് മാച്ച് ആയിട്ടില്ലെങ്കിൽ കറക്റ്റ് സിഗ്നൽ നമുക്ക് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അന്നേരം ഓപ്പാമ്പ് ആകുന്നേരം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓപ്പാമ്പിൻ്റെ ഇമ്പിഡൻസ് മാച്ചിങ് പ്രോപ്പർട്ടി ഒരുപാട് ഹൈ ആയതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സാധാരണ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിനേക്കാളും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് സാധാരണ ഉണ്ടാക്കുന്നത് ഇൻ്റഗ്രേഷൻ പർപ്പസ് അല്ലെങ്കിൽ അതൊരു ലോ ഫ്രീക്വൻസി ഫിൽറ്ററായിട്ട്, ലോ പാസ് ഫിൽറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് അല്ലേ. അന്നേരം അതിൻ്റെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കും. നേരം കപ്പാസിറ്റർ ലോ ഫ്രീക്വൻസിക്ക് ഹൈ ഇമ്പിഡൻസും ഹൈ ഫ്രീക്വൻസി ലോ ഇമ്പിഡൻസും ആണ് വരുന്നത്. നേരെ ലോ ഫ്രീക്വൻസി വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ ഇമ്പിഡൻസ് കുറയും, അതുകൊണ്ട് വോൾട്ടേജും കുറവായിരിക്കും. നേരെ ലോ പാസ് ഫിൽറ്റർ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസീനെ പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്ററിനെ കാണാം. നേരെ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും കിട്ടുക? ട്രയാങ്കുലർ വേവ് ആയിരിക്കും കിട്ടുക. അതായത് സാധാരണ ഒരു സ്ക്വയർ വേവിൽ നിന്ന് ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാനും നമ്മൾ ഓപ്പാമ്പ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉണ്ടാക്കാറുണ്ട്. നേരെ ഓപ്പാമ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ VIN കൊടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഔട്ട്പുട്ട് VINനെ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. VINൽ പോസിറ്റീവ് സൈഡ് വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ആയിരിക്കും, VINൽ നെഗറ്റീവ് വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ആയിരിക്കും. നേരെ ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൂടിയുള്ള ഒരു സർക്യൂട്ട്, ഒരു സീരീസ് സർക്യൂട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് എല്ലാ സർക്യൂട്ടും എടുക്കുന്ന സമയത്ത് ഓപ്പാമ്പ് അതിനനുസരിച്ചിട്ടുള്ള ആംപ്ലിഫിക്കേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇല്ലാത്ത ഒരു എഫക്റ്റായിട്ട് നമ്മൾ ആണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിർച്വൽ ഗ്രൗണ്ട് പ്രോപ്പർട്ടി കൊണ്ടാണ്. നമുക്കറിയാം ഇവിടെ 0 വോൾട്ടാണ് അല്ലേ. പോസിറ്റീവ് ടെർമിനലിൽ 0 വോൾട്ട് ആയതുകൊണ്ട് ഇവിടെയും 0 വോൾട്ട് ആയിരിക്കും. അതാണ് വിർച്വൽ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത. കാരണം എന്താ? ഇതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടിൽ കൂടി ഒരു കറൻറ്റും ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നത് ഇവിടെ 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 0 വോൾട്ട് ആയിരിക്കണം. ഇവിടെ VIN കൊടുക്കുകയാണ് അല്ലെങ്കിൽ 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും 5 വോൾട്ടാണ് വരിക. ഓക്കെ, ഈ കേസിൽ ഇവിടുത്തെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ ആ എൻഡിലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഗ്രൗണ്ട്. ഇവിടെ 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 വോൾട്ട് എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എക്സ് അല്ലെങ്കിൽ ഈ സെഷനിലുള്ള വോൾട്ടേജ് VA അല്ലെങ്കിൽ V എന്ന് എടുക്കുകയാണെങ്കിൽ ആ V = 0 വോൾട്ട് ആയിട്ടാണ് എടുക്കുക. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? വിർച്വൽ ഗ്രൗണ്ട്, ഡ്യൂ ടു വിർച്വൽ ഗ്രൗണ്ട് പ്രോപ്പർട്ടി ഓഫ് ദി operational amplifier, we can take voltage at the non-inverting terminal as 0 volt, since non-inverting terminal is at ground.
മനസ്സിലായില്ലേ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ട് വരുന്ന വിധത്തിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജംഗ്ഷനിൽ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഐ എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, IF എന്ന് പറയുന്ന കറണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകണം. നേരെ IN ഈക്വൽ ടു IF ആയിരിക്കും. IN ഈക്വൽ ടു IF ആയിരിക്കും. കാരണം ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ഇല്ല, ഓപ്പാമ്പിൽ കൂടി കറണ്ട് ഫ്ലോ ഇല്ല. നേരെ ഇൻപുട്ടിൽ വരുന്ന കറണ്ട് ഇൻപുട്ടിന് വരുന്ന കറണ്ട് IN ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുമോ? ഇല്ല, ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. നേരെ എങ്ങോട്ടേക്കാണ് വരുന്നത്? IF ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. നേരെ IN ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് IN ഈക്വൽ ടു IF എന്നാണ്. ഇങ്ങനെയുള്ള ഇത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഇക്വേഷൻ എഴുതാൻ കഴിയും. ദെൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ RFന് പകരം RF ഈസ് റീപ്ലേസ്ഡ് ബൈ എ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. RIN എന്ന് പറയുന്നത് അത് തന്നെയായിട്ട് വരികയാണ് ചെയ്യുന്നത്. RF മാത്രമേ നമ്മളിവിടെ മാറ്റുന്നുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇൻപുട്ടിൽ എന്താണോ വോൾട്ടേജ് കൊടുക്കുന്നത് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്, അതായിരിക്കും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്താണോ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വി ഔട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ നമ്മൾ വി ഔട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് VN ഇൻറ്റു DT ഈ ഫോമിൽ വേണം കിട്ടാൻ. സം ക്വാണ്ടിറ്റി K ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് VN ഇൻറ്റു DT അങ്ങനെ ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ കണ്ടിട്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ V0 ഈസ് പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് VN എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? നേരം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ RF ഈസ് റീപ്ലേസ്ഡ് ബൈ എ കപ്പാസിറ്റർ CF. ഓർ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന C എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ RF എന്ന് പറഞ്ഞ റെസിസ്റ്റർ ആയിരുന്നു നമ്മൾ സാധാരണ ഓപ്പാമ്പിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ ആ RF മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുക്കണം. ദെൻ ഇപ്പം ഓപ്പാമ്പിൽ കൂടിയുള്ള കറണ്ട് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 0 ആയിട്ടാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ വിർച്വൽ 0 കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് വരുന്നു. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലും എന്ത് തന്നെ ആയിരിക്കണം? ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ കൂടി കറണ്ട് ഫ്ലോ ഇല്ലാണ്ടിരിക്കുള്ളൂ. നേരെ ഓപ്പാമ്പിൽ കൂടി ഒരിക്കലും കറണ്ട് ഫ്ലോ ഇല്ല. ഓപ്പാമ്പിൽ കൂടി ഇൻപുട്ട് റെസിസ്റ്റൻസിൽ കൂടി വളരെ വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഐന് ഒരു 5 മില്ലി ആംപിയർ, ദെൻ IFും ഓൾമോസ്റ്റ് 5 മില്ലി ആംപിയർ ആണെങ്കിൽ ഓപ്പാമ്പിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് 0.0006 മൈക്രോ ആംപിയർ ഒക്കെയാണ് ഫ്ലോ ചെയ്യുള്ളൂ. നേരെ ആ കറണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 കറണ്ടായിട്ട് എടുക്കാം. സോ IN ഈക്വൽ ടു IF ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മളെ കപ്പാസിറ്റർ വഴി പോകുന്ന കറൻറ്റും ഈക്വൽ ആയിരിക്കും. ദെൻ നമുക്കറിയാം ഇതിൽ കപ്പാസിറ്ററിൻ്റെ കേസ് ഒന്ന് നോക്കാം. കപ്പാസിറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം Q ഈക്വൽ ടു അറിയേണ്ട ഇതാണ് Q ഈക്വൽ ടു C ഇൻറ്റു V എന്നാണ് അല്ലേ? Q ഈക്വൽ ടു C ഇൻറ്റു V അത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് Q എന്ന് പറയുന്നത് എന്താണ്? ചാർജാണ്. C എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസാണ്. ദെൻ V എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, കപ്പാസിറ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. സോ ചാർജ് ചെയ്ത ഒരു കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് ചെയ്ത അതിന് അക്രോസ് ഉള്ള ചാർജ് ഈക്വൽ ടു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാർജ് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് dQ/dt ആണ്.
ഇറ്റ് ഇസ് ഡി ക്യു ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. നേരെ ഡി ക്യു ബൈ ഡി ടി എടുക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ എന്തെടുക്കണം, ഡി ബൈ ഡി ടി ഓഫ് സി വി. ഡി ക്യു ബൈ ഡി ടി ഈക്വൽ ടു സി ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വി. വാട്ട് ഈസ് ഡി ക്യു ബൈ ഡി ടി? ഡി ക്യു ബൈ ഡി ടി ഈക്വൽ ടു കറണ്ട് അല്ലേ, കറണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഈസ് കോൾഡ് കറണ്ട്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജും കറൻറ്റും അറിയണമെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഐ സി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ഡിവൈഡ് ബൈ ഡി ടി എന്നായിരിക്കും. ഐ സി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ഇനി ഇതാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. കുറച്ചും കൂടി ഒന്ന് മാറ്റി വരച്ചെന്നേ ഉള്ളൂ. ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. വി എന്ന് പറയുന്നത് R1, ദെൻ ഗ്രൗണ്ടിലേക്ക്, ദെൻ സി എഫ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, ദെൻ പോസിറ്റീവിൽ ഗ്രൗണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു, ദെൻ RL പ്ലസ് വി സി സി ആൻഡ് മൈനസ് വി സി സി കൊടുത്തിട്ടുണ്ട്. ഇതിൽ 351 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പാമ്പിൻ്റെ ഐ സി ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 741 ഐ സി ആണ്. 741 ഐ സി. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് 1/R1 ഇൻറ്റു സി എഫ് ഇൻ്റഗ്രൽ ഓഫ് വി ഇൻറ്റു ആർ പ്ലസ് സി. ആർ പ്ലസ് സി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നേരം നമ്മളൊരു കോൺസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ അല്ലേ, ഒരു പ്ലസ് കോൺസ്റ്റൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഈസി ഉള്ളൂ. അന്നേരം ഈ പാർട്ട് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. 1/R1 ഇൻറ്റു സി എഫ് ഇൻ്റഗ്രൽ ഓഫ് വി ഇൻറ്റു ഡി ടി. എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷനില്ലേ, ഐ ഇൻ ഈക്വൽ ടു ഐ എഫ്, അതാണ് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത്. ഐ ഇൻ ഈക്വൽ ടു ഐ എഫ് ആണെങ്കിൽ ഐ ഇൻ എന്ന് പറയുന്നത് ഇതാണ്. ഐ ഇൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സർക്യൂട്ടിൽ ഇവിടെ R1 എന്നുള്ള വാല്യൂ ഉള്ളത് അല്ലേ. R1 എന്നാണ് ഇൻപുട്ടിൽ, വി ഇൻ ആണുള്ളത്. ഇവിടെയുള്ള വോൾട്ടേജ് നമ്മൾ V2 എന്ന് എടുക്കുകയാണ്. ഇത് വി ഇൻ, ഇത് V2. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതലുള്ള കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വി ഇൻ മൈനസ് V2 ഡിവൈഡഡ് ബൈ ആർ ഇൻ ഓർ R1. വി ഇൻ മൈനസ് V2 ഡിവൈഡ് ബൈ ആർ ഇൻ ആയിരിക്കും ഇതിൽ കൂടുതലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഇൻ എന്ന് പറഞ്ഞ കറണ്ട്. ഇനി ഐ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്ററിൽ കൂടിയുള്ള കറണ്ടാണ്. നേരം ഐ എഫ് ഈക്വൽ ടു ഇവിടെയുള്ള ഐ എഫ് ഈക്വൽ ടു സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്, അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? V2 മൈനസ് V0 സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V2 മൈനസ് V0 ആണ് ഐ എഫ്, കറണ്ട് ത്രൂ സി എഫ്. കറണ്ട് ത്രൂ സി എഫ് എന്ന് പറയുന്നത് സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V2 മൈനസ് V0 ആയിരിക്കും. ഓക്കെ, അന്നേരം ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. വി ഇൻ മൈനസ് V2 ഡിവൈഡ് ബൈ R1 എന്ന് പറയുന്ന ഐ ഇൻ. ദെൻ ഐ എഫ് എന്ന് പറയുന്നത് സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V2 മൈനസ് V0. ഈ ഇക്വേഷൻ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ദെൻ ഇവിടെ V2 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. V2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്തുകൊണ്ടാണ്? മറ്റേത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ വിർച്വൽ സീറോ കൺസെപ്റ്റ്, ദർ ഇസ് നോ കറൻറ്റ് ത്രൂ ഓപ്പാമ്പ്. സോ ദ വോൾട്ടേജ് അറ്റ് V2 എന്ന് പറയുന്നതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി V2 0 ആണെങ്കിൽ ഇവിടെ ഇതിൽ ഈ ഇക്വേഷനിൽ ഇത് 0 ആയിപ്പോവും, അഗെയിൻ ഇതും 0 ആയിപ്പോവും. അത് രണ്ടും 0 ആയിപ്പോയാൽ എന്താ വരിക? വി ഇൻ ഡിവൈഡ് ബൈ R1, ഇത് വി ഇൻ ഡിവൈഡ് ബൈ R1 സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് V0 എന്ന് വരും. ഓക്കെ, ഇനി രണ്ട് ഭാഗത്തും നമ്മൾ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, രണ്ട് ഭാഗത്തും ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ R1 ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്
മൈനസ് വി സീറോ ഇൻറ്റു ഡി ടി അല്ലേ. എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ വൺ ഇൻറ്റു ഡി ടി ഈക്വൽ ടു സി എഫ് ഇൻറ്റു ഇൻ്റഗ്രലും ഡിഫറൻഷിയേറ്ററും ഇവിടെ ഇൻ്റഗ്രലും ഉണ്ട്, ദെൻ ഡി ബൈ ഡി ടി ഉണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്യിപ്പോൾ ക്യാൻസൽ ആയിപ്പോൾ. അന്നേരം സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ പ്ലസ് വി സീറോ, പിന്നെ അത് ഇനീഷ്യൽ വാല്യൂ കൺസെപ്റ്റ് അതൊന്നും നമ്മൾ നോക്കണ്ട. സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ അത്രയേ വേണ്ടൂ, ഇത് വേണ്ട, ഈ പാർട്ട് വേണ്ട. ഓക്കെ, ഈ പാർട്ട് നമ്മൾ നോക്കുന്നില്ല, ഇത് വേണ്ട ആവശ്യമില്ല. അന്നേരം സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ ഐ ഇൻറ്റു ഡി ടി ഈക്വൽ ടു സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ എന്ന് കിട്ടും. ഓക്കെ, അന്നേരം തന്നെ നമുക്ക് മനസ്സിലായി ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ വൺ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രലാണ് വരുന്നത് അല്ലേ. ഈക്വൽ ടു സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ. അങ്ങനെയാണെങ്കിൽ വി സീറോ ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ആർ വൺ ആൻഡ് സി എഫ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, അത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. വി സീറോ ഈക്വൽ ടു ആ ഇക്വേഷൻ, നേരത്തെ കിട്ടിയ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയിരിക്കുന്നത്, ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വൺ ഇൻറ്റു ഡി ടി ഈക്വൽ ടു സി എഫ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് വി സീറോ അല്ലേ. ഇനി സി എഫിന് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്താ വരിക, ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ടി ഇല്ല അല്ലേ, ഡി ബൈ ഡി ടി ഇല്ല, ഒന്നും കൂടി പറയാം. ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വൺ ഇൻറ്റു ഡി ടി ഈക്വൽ ടു സി എഫ് ഇൻറ്റു മൈനസ് വി സീറോ. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. ഇനി സി എഫ് ഇതിൻ്റെ താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് വി സീറോ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഡിവൈഡ് ബൈ ആർ വൺ ഇൻറ്റു സി ഇൻറ്റു ഡി ടി. ഇനി മൈനസ് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ വി സീറോ ഈക്വൽ ടു മൈനസ് വൺ ബൈ ആർ വൺ സി എഫ് ഇൻറ്റു വി ഇൻ ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. മനസ്സിലായില്ലേ. നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വി സീറോ ഈക്വൽ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ വൺ ബൈ ആർ വൺ ഇൻറ്റു സി എഫ് ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി പ്ലസ് സി. ഇനി ഇതിൽ സി എന്ന് പറയുന്നത് ഈ സംഭവം സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. സി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്കറിയാം എല്ലപ്പോഴും ഇൻ്റഗ്രേഷൻ ഇടുന്നതിന് നമ്മൾ സി എന്നുള്ള കൊടുക്കണം, അത് ആവശ്യമില്ല. സോ ഔട്ട്പുട്ട് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ ബൈ ആർ വൺ ഇൻറ്റു സി എഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നേരെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് പറയുന്നേരം വി സീറോ ഈക്വൽ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ഇൻ ഇൻറ്റു ഡി ടി എന്ന് പറയാം. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് എ സൈൻ വേവ്, ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി കൊസൈൻ വേവ് അല്ലേ. നമുക്കറിയാം സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കൊസൈനാണ്. അതുപോലെ തന്നെ സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ട്രയാങ്കുലർ വേവ് ആയിരിക്കും. അതായത് ഇൻപുട്ടിൽ സ്ക്വയർ വേവ് കൊടുക്കുന്നേരം ഔട്ട്പുട്ടിൽ ട്രയാങ്കുലർ വേവ് ആയിരിക്കും. സൈൻ വേവ് കൊടുക്കുന്നേരം എന്തായിരിക്കും വരിക, കൊസൈൻ വേവ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റഗ്രേറ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അന്നേരം നമ്മളിവിടെ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ ഒരു ഫീഡ്ബാക്ക് പാത്തിൽ ആർ എഫിന് പകരം സി എഫ് എന്ന് പറഞ്ഞ കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഇവിടെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെയും ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് വിർച്വൽ സീറോ കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നമ്മൾ ഗ്രൗണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നെഗറ്റീവിൽ ഇവിടെയും ഗ്രൗണ്ട് ആയിരിക്കും. അന്നേരം ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ എൻ എന്ന് പറയുന്നത് ഐ എഫിന് ഈക്വൽ ആയിരിക്കും. ഐ എൻ എന്ന് പറയുന്നത് ആർ വൺ അക്രോസ്
R1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, IF എന്ന് പറയുന്നത് CF കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. R1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് VN മൈനസ് V2/R1 ആയിരിക്കും. CF കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് V2 മൈനസ് V0 ഇൻ CF ഇൻറ്റു d/dt ഓഫ് V2 മൈനസ് V0 ആയിരിക്കും. ഇതിൽ നമ്മൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നേരം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് V out is proportional to മൈനസ് ഇൻ്റഗ്രൽ ഓഫ് VN ഇൻറ്റു dt എന്നാണ്. ഓക്കെ, എന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ലാസ്റ്റ് നമ്മൾ കണ്ടു ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കുലർ വേവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.